ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അപ്പൊ ബിഗ് ബോസിലെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലെ നൂറയെ കുറിച്ച് അക്ബറിന്റെ ഉമ്മ നടത്തിയ ചില പരാമർശങ്ങൾ അതാണല്ലോ ഇപ്പൊ പലയിടത്തും ചർച്ചാ വിഷയം. സംഭവം എന്താണെന്നുള്ളത് പലർക്കും അറിയാലോ. അതായത് 2 ആഴ്ച മുന്നേ ബിഗ് ബോസ് ഹൗസിലേക്ക് അക്ബറിന്റെ ഉമ്മ വിളിച്ച സമയത്ത് കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബറിന്റെ ഉമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബർ ഭയങ്കര ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്ബറിന്റെ ഉമ്മയെ കൊണ്ട് അക്ബറിനോട് സംസാരിപ്പിച്ചത്. പക്ഷെ കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് സംസാരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരെയും ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ സംഭാഷണത്തിന്റെ തുടക്ക ഭാഗം ഒന്ന് കേട്ടോക്കാം. പിന്നെ ഇവിടെ വളരെ ഇമോഷണൽ ആയിട്ടാണ് അക്ബർ ഉമ്മയോട് കൺഫെഷൻ റൂമിൽ വെച്ച് സംസാരിക്കുന്നത് അല്ലെ. അത് കേട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ കരയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തുടക്കം തന്നെ ഉമ്മ പറയുന്നത് എന്താണ്? മോനെ നീ നിന്റെ ദേഷ്യം കുറയ്ക്കണം കേട്ടോ മോനെ, നന്നായി കളിക്കണം കേട്ടോ മോനെ എന്നുള്ളതാണ് അല്ലെ. എന്തായാലും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ അമ്മ അവസാനം എന്തൊരു കാര്യം കൂടി അക്ബറിനോട് പറയുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞ കാര്യം എന്താണ് ഏതാണെന്നുള്ളത് എപ്പിസോഡിൽ എവിടെയും കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് അത് മനഃപൂർവ്വം ഒഴിവാക്കിയതാകാം. അത് ആദിലെ നൂറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണ്. പക്ഷെ ബിഗ് ബോസ് അത് എപ്പിസോഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആദില അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഗം ബിഗ് ബോസ് ലൈവിലൂടെ കാണിക്കുന്നുണ്ട്. ആദിൽ എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കേട്ടില്ല, വിളി ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ലാസ്റ്റിലോട്ട് പറഞ്ഞില്ലേ? ലാസ്റ്റിലോട്ട് പറഞ്ഞിരുന്നു അന്തിക്ക് അതിലെ നൂറായിട്ടുള്ള സംസാരമൊന്നും വേണ്ട. എല്ലാവരും കൂടെ പറഞ്ഞെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളായോണ്ടാണോ അറിയില്ല. അപ്പൊ അതൊരു പേരെടുത്ത് പറഞ്ഞു. ഓക്കെ, ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് അല്ലേ അന്തിക്ക് ആദിലെ നൂറയുമായിട്ട് സംസാരമൊന്നും വേണ്ട എന്ന് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞു എന്ന് ആദില അനുമോളോട് പറയുന്നത്. അന്നേരം അനുമോൾ തിരിച്ച് ആദിലോട് ചോദിക്കുന്നുണ്ട്, അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് അല്ലേ. അപ്പൊ അന്നേരം ആദില പറഞ്ഞ മറുപടി എന്താണ്? എല്ലാരെയും പറഞ്ഞതാണെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിക്കാം, പക്ഷെ ഇത് നമ്മളായതുകൊണ്ടാണോ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി അനുമോളോട് ഈ കാര്യം ആദില പറഞ്ഞതിന് ശേഷം നൂറയുടെ അടുത്ത് പോയി വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. നമ്മുടെ അപ്പാക്കും ഉമ്മാക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ മറ്റുള്ളവരെ ആൾക്കാരെ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നത്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാർ, വീട്ടുകാരും കുടുംബക്കാരൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം. ഓക്കെ, ഇവിടെ നൂറ് അവസാനം പറഞ്ഞത് അക്ബറേയും അക്ബറിന്റെ ഉമ്മാനെയും ഉദ്ദേശിച്ചാണ്. ഇവിടെ നമ്മൾ കുടുംബം പോലെ കണ്ടവരുടെ കുടുംബക്കാർ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ആദിലെ നൂറയുമായി കൂട്ടുകൂടാൻ പോകണ്ട എന്ന് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഡിസ്കഷൻ അവിടെ നടക്കില്ലായിരുന്നല്ലോ അല്ലെ. ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈൽഡ് കാർഡായി കയറി വന്ന ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഈ പറയുന്ന ആദിലെ നൂറയെ കുറിച്ച് ഒരു മോശം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അവരാരും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ. അതെല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് കാണാത്തവരായി ആരും ഉണ്ടാക്കില്ല. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ലക്ഷ്മി ഒരു കാര്യം കൂടി അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടോക്കാം. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു. ഓക്കെ, നിന്റെ ഒന്ന് വീട്ടിലോട്ട് കയറ്റാൻ കൊള്ളാത്തവന്മാരാണെന്ന് ആദിലെ നൂറയെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് അക്ബറിന്റെ ഉമ്മ അന്ന് നടത്തിയ പരാമർശത്തെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അക്ബറിന്റെ ഉമ്മ അന്ന് അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ ഇല്ലായിരുന്നു. അതിനുശേഷം വൈൽഡ് കാർഡ് ആയിട്ടാണ് ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നത്. നമ്മളെപ്പോലെ ലൈവിലും എപ്പിസോഡിലും ആദിലെ നൂറയുടെ സംസാരം കേട്ടിട്ടാണ് അക്ബറിന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ലക്ഷ്മി മനസ്സിലാക്കുന്നത്. എന്തായാലും പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. അക്ബറിന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? ഇല്ല. പിന്നെ എന്താണ് ലക്ഷ്മി? ഓക്കെ, ലാലേട്ടൻ ഇവിടെ തർപ്പിച്ച് ചോദിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ കേട്ടോ എന്ന്. അപ്പൊ ലക്ഷ്മി കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങളും കേട്ടില്ല എന്ന്. അതൊരു പക്ഷേ ലാലേട്ടൻ ആദിലെ നൂറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ക്ലിപ്പുകളിൽ നിന്ന് വ്യക്തമാണല്ലോ അക്ബറിന്റെ ഉമ്മ ലക്ഷ്മി പറഞ്ഞ പോലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ബിഗ് ബോസിൽ എപ്പിസോഡുകളിൽ ഒന്നും കാണിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് ലാലേട്ടൻ അത് നിഷേധിക്കുകയാണ് അല്ലേ. മേ ബി അക്ബറിന്റെ ഉമ്മാക്ക് ഒരു നെഗറ്റീവ് വരണ്ട എന്ന് കരുതിയിട്ടാകാം ബിഗ് ബോസ് ആ കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിക്കാതിരുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. അതെന്റെ എന്ത് കണ്ടന്റ് ആക്കണം എന്ത് കണ്ടന്റ് ആക്കേണ്ട എന്നുള്ളത്
അവരാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ലക്ഷ്മി അക്ബറിന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് ആദിലയും നൂറയും ഇരിക്കുന്നുണ്ട് അല്ലേ. അവരിതിനെ നിഷേധിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനോ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഇതേ അവർ തന്നെയാണ് അപ്പുറത്ത് ഡിസ്കസ് ചെയ്ത് കരഞ്ഞതും അനുമോളോട് പോയി അക്ബറിന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതും കൂടി നിങ്ങൾ ഓർക്കണം. മേ ബി അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആകാം. കാരണം അവരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ ലക്ഷ്മി നടത്തിയത് കാരണം ലാലേട്ടന് ലക്ഷ്മി ആ സമയത്ത് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അവർ എണീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ മലക്കം മാറാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആകട്ടെ ആദിലനൂർ അവിടെ മൗനം പാലിച്ചത്. എന്തായാലും ഇതിനെല്ലാം ശേഷം അക്ബറിന്റെ ഉമ്മ ഇന്നലെ ലൈവിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വയൽഗാടിയിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ലാലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതിൽ വീഡിയോകൾ വന്നിടുന്നത്. അപ്പൊ ഞാൻ എന്റെ മോനാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ മക്കളിനെ എന്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എന്റെ മോന്റെ കൂടെ അവരെന്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എന്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാന്. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക. ഓക്കെ, അപ്പൊ ഉമ്മ പറയുന്നത് ഞാൻ ആരോടും കൂട്ടുകൂടി കളിക്കേണ്ട എന്ന് പറഞ്ഞത് ആദിലനൂറോട് കൂട്ടുകൂടി കളിക്കേണ്ട എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിലാണ് അല്ലെ. ഇനിയിപ്പോ ശരിക്കും അങ്ങനെയാണോ അതോ ഉമ്മ കള്ളം പറയുകയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉമ്മ കള്ളം പറയുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഉമ്മ കള്ളം പറയുകയാണെന്നുള്ള രീതിയിലുള്ള പല കമന്റുകളും കാണാൻ സാധിക്കും. ഞാൻ ചില കമന്റുകൾ വായിച്ചുതരാം. പ്രശ്നം വഷളായപ്പോൾ സ്വന്തം വെളുപ്പിച്ച് മോനെയും വെളുപ്പിച്ച് വോട്ട് നേടാനുള്ള കുതന്ത്രം പറഞ്ഞില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് ഇതുപോലൊരു വീഡിയോ ഇട്ടില്ല. നിങ്ങളുടെ മകൻ തന്നെ പറഞ്ഞാണ് ആ കാര്യങ്ങൾ സ്പ്രെഡായത്. ചിലപ്പോൾ ആരോടും എന്നത് ആദില എന്ന് കേട്ടത് മകന്റെ കേൾവി പ്രോബ്ലം കൊണ്ടാകും. ബിബി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ENT കൺസൾട്ടേഷൻ നല്ലതാണ്. ഓന്തി നിറം മാറുമോ? ലൈവിൽ അന്ന് കണ്ടപ്പോൾ അവർ ഇതിന്റെ പേരിൽ പരസ്പരം പറഞ്ഞു കരഞ്ഞതാണ്. ലൈക്ക് സ്വന്തം മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ല മറ്റുള്ളവർക്ക്. ലാൽ സാർ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടു, കഷ്ടം. ഇങ്ങനെയുള്ള കമന്റുകളൊക്കെയാണ് വീഡിയോക്ക് താഴെ വരുന്നത്. ഈ കമന്റിൽ പറഞ്ഞതുപോലെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അല്ലേ. ആദിലനൂറൊക്കെ പുറത്ത് സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഈ ഉമ്മ മലക്കം പറഞ്ഞതായിരിക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോ ഈ അക്ബറിനോട് ഈ ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, അതിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാനില്ല. കാരണം ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ചുറ്റുപാടിൽ ജീവിച്ചു വളർന്ന ഉമ്മയാണ് അല്ലേ. അവർക്കൊന്നും ഈ ലെസ്ബിയൻ കപ്പിൾസിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആ മകൻ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറയുന്നതാണ് പ്രശ്നം. ഇനി അക്ബറിന്റെ ഉമ്മ മാത്രമല്ല കേട്ടോ, ഇപ്പൊ അത് കഴിഞ്ഞ ആഴ്ച പുറത്തായ ശൈത്യന്റെ അമ്മയും ഈ പറഞ്ഞ ആദിലനൂർക്ക് കട്ട സപ്പോർട്ടാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. എനിക്ക് നിങ്ങളോട് രണ്ടുപേരും കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നലത്തെ ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി ആദിലനെ നൂറിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ തോന്നുന്നത്? ഞാൻ ലക്ഷ്മി പറയുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. അവരെ കുറിച്ച് എന്തും പറയാമെന്ന് കരുതരുത്. അവരിപ്പോ ഞങ്ങളുടെ മക്കളാ. അതെ, എന്റെ ശൈത്യമോളെ പോലെ തന്നെ എനിക്കിപ്പോ 2 മക്കൾ കൂടിയുണ്ട്. ആദിലയും നൂറയും. ഇവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങളുടെ പൊന്നു മക്കളായിട്ട്. ഓക്കെ, അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടാൽ മതി. എന്തായാലും ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചു കേട്ടോ. ഞാനത് വായിച്ചു തരാം. ലക്ഷ്മി പുറത്ത് പോസിറ്റീവ് ആണെന്നൊരു ന്യൂസ് അകത്ത് കിട്ടിയിരുന്നെങ്കിൽ കൺഫേം ശൈത്യ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തേനെ. സത്യമാണ്. ഇപ്പൊ പല പാരന്റ്സും ആദിലനൂറെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കണ്ടു. അതൊരിക്കലും അവരുടെ സാഹചര്യം മനസ്സിലാക്കിയുള്ള സപ്പോർട്ടോ അതല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിച്ചുകൊണ്ടുള്ള സപ്പോർട്ട് അല്ല എന്നുള്ളത് വ്യക്തമാണ്. ബിഗ് ബോസിൽ അവരുടെ ഗെയിം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. നിങ്ങൾ നോക്കിക്കോളൂ, ഈ പറയുന്ന ആദിലനൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞമാരൊന്നും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.